ജൂലൈ 30 നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണല്ലേ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. എത്രയോ പേരെയാണ് നമുക്കന്ന് നഷ്ടമായത്. കുടുംബത്തെ, കുട്ടികളെ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അതിൽ പലരും ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കുകയാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷവും ആശ്വാസവും. തീർച്ചയായും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാരണം ആ ദുരന്തത്തിൽ കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ താങ്ങാൻ കഴിയുന്ന ഒരു തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനെയും അതിജീവിച്ച് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് നൗഫൽ തൻ്റെ പുതിയ ജീവിതം തുടങ്ങിയാണ്. ജൂലൈ 30 എന്ന് പേരിട്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഒരു സ്മാരകമായി തന്നെ നമുക്ക് വേണമെങ്കിൽ ആ സ്ഥാപനത്തെ കാണാം. അങ്ങനെ അവിടെ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കട തുടങ്ങുന്നു, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അപ്പോൾ നൗഫൽ നമുക്കൊപ്പം ഉണ്ട്. കമൽ, നമ്മൾ ഈ ദുരന്ത സമയത്ത് മുഴുവൻ അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽ കമലേട്ടൻ നമ്മൾ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്നതാണ്. അപ്പോൾ നൗഫലിനെ എനിക്കും നേരിട്ട് പരിചയപ്പെടാൻ അന്ന് സാധിച്ചിരുന്നതാണ്. കമലേട്ട, ഒരുപാട് സന്തോഷം വ്യക്തിപരമായി കൂടി. കാരണം അന്ന് ആ ദുരന്ത സമയത്ത് അവരുടെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കളിക്കാൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ രാത്രി വന്ന് കളിച്ചത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നൗഫലൊക്കെ അന്ന് ഞാൻ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയതാണ്. എന്തായാലും അതിൽ നിന്നൊക്കെ മാറി ഒരു ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രതീതിയിലേക്ക് അവർ പോകുന്നു ഏറ്റവും സന്തോഷകരമായ നിമിഷം. ദിവിഷ്, നൗഫൽ എൻ്റെ കൂടെ ഉണ്ട്. നമുക്കെല്ലാം സന്തോഷമാണ് ഈ ഒരു സംരംഭം കാണുമ്പോൾ. നമ്മൾ ഈ ചൂരൽമല റോഡിലേക്ക് അന്ന് കയറുമ്പോഴുള്ള അവസ്ഥ തന്നെ ദിവിഷിനെ അറിയാലോ. ദിവിഷ് പറഞ്ഞ പോലെ അന്ന് ഗ്രൗണ്ടിൽ രാത്രി നൗഫൽ കളിക്കാൻ വന്നപ്പോൾ ദിവിഷാണല്ലോ അന്ന് അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ റോഡിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കയറുമ്പോൾ നൗഫലിൻ്റെ ഈ സംരംഭം കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. നൗഫൽ കൂടെ ഉണ്ട്. ഈ പേര് വേറൊരു പേര് ആലോചിക്കാൻ പറ്റില്ലല്ലോ അല്ലേ നൗഫലെ? ജൂലൈ 13. അതിന്റെ ലോഗോയിൽ ഒരു ആഫ്റ്റർ കൂടിയുണ്ട്. ആഫ്റ്ററിനും കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുമ്പ് ഞാനിങ്ങനെ പണ്ട് പറഞ്ഞ കഥയൊക്കെ ആലോചിക്കായിരുന്നു. വൈഫ് വിളിക്കുമ്പോൾ എപ്പോഴും തിരിച്ചു വന്ന് ഇവിടെ ബേക്കറി തുടങ്ങണമെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഇപ്പോൾ ഈ 2-3 മാസം കൊണ്ട് ഇത് തുടങ്ങിയ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഈ DNAൻ്റെ പ്രശ്നം വന്നു. പേപ്പർ പ്രശ്നങ്ങളൊക്കെ ഡിലേ വന്നപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ നിന്ന്. അപ്പോൾ KNMൻ്റെ സംഘടന എന്നോട് വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം ആയിട്ട് തുടങ്ങാൻ പറ്റുമോ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് ഈ ഒരു ഇതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൻ്റെ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എനിക്കറിയില്ല ഈ ബേക്കറി പണി എന്താണെന്ന് എനിക്ക് അറിയില്ല ശരിക്ക്. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സജിന, അന്ന് ഈ ബേക്കറി എന്ന് പറയുമ്പോൾ ഞാനും വിചാരിച്ച നൗഫൽ അവിടെ എന്തോ ബേക്കറിയാണ് ചെയ്തിരുന്നത്. അല്ല, പക്ഷെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അവരാഗ്രഹമാണ്. അവർ പറഞ്ഞ ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു ഫീൽഡാണത്, ബേക്കറി. എന്നിട്ട് അവർ വന്ന് സഹായിക്കുക, അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിനെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ബേക്കറി മതിയാണ്. അങ്ങനെയാണ് ബേക്കറി ഞാൻ കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ബേക്കറി അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അസോസിയേഷൻ്റെ ആൾക്കാർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഒരു ഇതും വേണ്ട, ഞങ്ങളുണ്ട് ഒപ്പം, എന്തിനും ഞങ്ങളുണ്ട് ഒപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 3-4 ദിവസമായല്ലോ അല്ലേ എല്ലാവരും, കുറേ ആളുകൾ അത് അറിഞ്ഞു വരുന്നു. കുറേ ആളുകൾ, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ രാവും പകലും ഇല്ലാതെ എനിക്ക് വേണ്ടിയതാ. അവരൊക്കെ ഒരു ശമ്പളം വരെ വാങ്ങാതെ എൻ്റെ ഒപ്പം നിന്ന് കഷ്ടപ്പെടുകയാണ്. അവർക്കെല്ലാവർക്കും നന്ദി. എന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. താമസിക്കുന്ന എവിടെ നൗഫൽ? വാടകയ്ക്ക് ഇവിടെ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ റിപ്പണ്ണായിരുന്നു താമസം. അപ്പോൾ ഇങ്ങോട്ട് മാറേണ്ട, പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിന് ഇവിടെ തന്നെ താമസിക്കും. ഇതിൻ്റെ അടിയിൽ തന്നെ റൂമിൽ താമസിക്കാമെന്നാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ എപ്പോഴും ഈ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? ഒരു മുന്നോട്ട് പോകണമല്ലോ നമുക്ക്. എന്തായാലും അതെ, പോകണം, അതിജീവിക്കണം. നൗഫൽ നേരത്തെ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ DNA മറ്റ് കാര്യങ്ങളിലൊക്കെ സർക്കാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം സെറ്റായി. പിന്നെ ഇതിനോടൊപ്പം പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ കിട്ടാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു ഇതിൽ ഇതാക്കണല്ലോ. പക്ഷേ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഈ DNA കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരെ പെട്ടെന്ന് ഗവൺമെൻറ് അവർക്ക് വേണ്ട
സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ എത്രയും നല്ല ഒരു ഉപകാരമായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോൾ വിസ കാലാവധി തീരാനായ ആൾക്കാരുണ്ട്, വന്ന് പോകാനുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതുകൊണ്ടൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം വേഗം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിവീഷ്, അതാണ് നൗഫൽ പറയുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ദിവീഷ് ഇവിടെ വന്ന് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് നൗഫലിനെ പരിചയപ്പെട്ടതൊക്കെയാണല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദിവീഷ് എനിക്ക് കമലേട്ട, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ അവിടെ എങ്ങനെ ഇരിക്കുന്നതിലുപരി ആ കടയുടെ പണം വാങ്ങുന്ന അല്ലെ റിസപ്ഷനിൽ അദ്ദേഹം ഒന്ന് ഇരുന്ന് കാണുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ദുരന്തങ്ങളെ അതിജീവിച്ച് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ പുഞ്ചിരി ഒരുപാട് പേർക്ക് കരുത്താകേണ്ടതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ടേക്ക് ഇരുത്തിയാൽ ആ സ്ഥലം, അദ്ദേഹമാണ് ആ കടയുടെ ഉടമസ്ഥനല്ലോ, അത് നമുക്ക് ആളുകളെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കടയുടെ അങ്ങോട്ടേക്ക് ഇരുത്താം. ഞാൻ ഷമീറിനോടൊന്ന് പറയട്ടെ. ഷമീറെ, കൗണ്ടറിലേക്ക് നൗഫലിനെ നമുക്കൊന്ന് ഇരുത്താം. ഒന്ന് നടന്ന് ആ കടകൾ നമുക്ക് തത്സമയം ഒന്ന് കാണുകയും ചെയ്യാം. ആളുകളൊക്കെ ഷിഫ്റ്റ് ചെയ്തോട്ടെ. വളരെ പ്രേക്ഷകരെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് കട ഒന്ന് കണ്ട് തന്നെ അങ്ങ് പോവാം. നീ അങ്ങോട്ട് പോവാ കൗണ്ടറിലേക്ക്. ഇതാണ് ദിവീഷ് നമ്മുടെ കടയുടെ കൗണ്ടർ. കച്ചവടം തുടങ്ങിയിട്ട് 3 ദിവസമായി ആളുകളൊക്കെ വന്നു തുടങ്ങി. കീശയൊക്കെ നന്നായി നിറയുന്നുണ്ടോ? അതിന്റെ ഒരു സന്തോഷം കൂടെ പറയട്ടെ. ഇവിടെയാണല്ലോ കീശയൊക്കെ നല്ലോണം നിറയുന്നുണ്ടോ 3 ദിവസം കൊണ്ടെന്നാണ് ദിവീഷ് ചോദിക്കുന്നത്. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. എല്ലാവരും വന്ന് വരുന്നുണ്ട്. ഇനി എല്ലാവരും വരണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പോൾ ബേക്കറി വാങ്ങാനും ഇതിനൊന്നല്ല ആളുകൾ വരുന്നത്, എന്നെ കാണാൻ തന്നെയാണ്. അല്ലാതെ അപ്പോൾ വരുമ്പോൾ അവർ ഒരു സന്തോഷത്തിൽ ബേക്കറി വാങ്ങുകയാണ്. അല്ലാതെ ബേക്കറി വേറെ എവിടെയും ഇല്ലാഞ്ഞിട്ടൊന്നല്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഇന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. എല്ലാവർക്കും നന്ദിയുണ്ട്. അതാണ് ദിവീഷ്, നമ്മൾ ഒരുപാട് സംസാരിച്ച് നൗഫലിനെ വിഷമിപ്പിക്കാൻ സന്തോഷം പങ്കുവെച്ചു നൗഫൽ. എന്തായാലും കമലേട്ട, എന്തായാലും കീശ നിറയട്ടെ, അത് സ്വാഭാവികമായി നിറയും. മനസ്സ് നിറയുന്നുണ്ട്. അത് മുഖത്തെ അല്ലേ സന്തോഷം, അവിടെ വരുന്നവരുടെ സന്തോഷം എനിക്ക് തോന്നുന്നു വയനാട്ടുകാർക്ക് മുഴുവൻ ഒരു പ്രതീക്ഷ നൽകുന്ന കാഴ്ചയായി മാറട്ടെ. നൗഫലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് മാത്രമല്ല, കുടുംബത്തിന്റെ ആഗ്രഹമാണ്. നൗഫൽ പറഞ്ഞു, എനിക്ക് ബേക്കറി പണിയൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ കുടുംബത്തിന്. ഒരു മിനിറ്റ് ദിവീഷ്, ഇവര് ബേക്കറി അസോസിയേഷന്റെ ആളുകളാണ്, നൗഫലിന് പിന്തുണയുമായിട്ട് വന്നതാണ്. അതെ അതെ, ഒന്ന് സംസാരിക്കാം. ബേക്കറി അസോസിയേഷന്റെ ജില്ലയിലെ ആളുകളാണ്, അവര് നൗഫലിന് പിന്തുണയായിട്ട് വന്നതാണ്. അവരോടൊന്ന് സംസാരിക്കാം. നമസ്കാരം. നൗഫലിന് വേണ്ട എല്ലാ പിന്തുണയും, അദ്ദേഹം ബേക്കറി ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ധൈര്യവും അതുപോലെ തന്നെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. വയനാട് ജില്ലയിലല്ല, കേരളത്തിലുള്ള മുഴുവൻ ബേക്കിൻ്റെ ആളുകളും നൗഫലിനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് നൗഫൽ ഞങ്ങൾ മെമ്പർഷിപ്പ് ഞങ്ങൾ കൈമാറി. ബേക്കിൻ്റെ ഞങ്ങളെ എല്ലാ പിന്തുണയും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എന്താവശ്യത്തിനും എപ്പോഴും ഞങ്ങളെ വിളിക്കാം. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞങ്ങൾ അവരെ കൂടെ ഉണ്ടാവും എന്നും. അത്തരത്തിലുള്ള പിന്തുണ. ഇതിപ്പോ ബേക്കറി നേരത്തെ നൗഫൽ പറഞ്ഞല്ലോ, ഈ ഫീൽഡിനെ കുറിച്ച് അറിയില്ല, അപ്പൊ അതിനെക്കുറിച്ച് ഇനി പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ പിന്തുണയുമായി ഇവരെല്ലാവരും ഉണ്ട്. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉള്ളവർ നൗഫലിനെ പിന്തുണ അറിയിച്ചെത്തുന്നുണ്ട്. മനസ്സ് നിറയട്ടെ, സന്തോഷമാവട്ടെ ദിവീഷ്. ശരി, എന്തായാലും മധുരമൂറുന്ന പേടയും ലഡുവും ജിലേബിയും ഒക്കെ അവിടെ നിന്ന് ഒരുപാട് ഹൃദയങ്ങളിലേക്ക് പോകട്ടെ. കമലേട്ട, നൗഫലിക്കോട് നമ്മുടെയും കൂടെ വ്യക്തിപരമായി കൂടി എല്ലാവിധ ആശംസകളും. നല്ല ചിരിക്കുന്ന ജീവിതം മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് കാഴ്ച. അപ്പോൾ പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു വയനാട്ടിലേക്ക് ടൂറിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർ മേപ്പാടി വഴി പോവുകയാണെങ്കിൽ തീർച്ചയായും ജൂലൈ 30 ഒരു ചായ, ഒരു ചെറിയ കടിയെങ്കിലും കഴിക്കുക. ഒരുപാട് സന്തോഷമല്ലേ ദിവീഷ് ഇത് കാണുമ്പോൾ? അതായത് 11 പേരെ നഷ്ടപ്പെട്ടു. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. അപ്പോൾ അവര് ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാൻ ഈ ഒരു സംരംഭം നൗഫലിന് സഹായകമാകും. ഓർമ്മയുള്ള അന്ന് ഫുട്ബോൾ 5-6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ദുരന്തത്തിന്. ഇവരെല്ലാവരും വന്ന് കളിക്കുന്നു. കുറേ പേർ ഇതിനെല്ലാം മറന്ന് ആഘോഷത്തോടെ കളിക്കുമ്പോൾ ഇദ്ദേഹം കളിക്കുന്ന കൂട്ടത്തിലില്ല, സൈഡിൽ കാണിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തന്ന് നമുക്കറിയാം ആ കനം മുഴുവൻ. പക്ഷേ പിന്നീട് എല്ലാവരും കൂടെ വട്ടമിരുന്നാണ് അവരുടെ തമാശകൾക്കൊക്കെ ഒപ്പം ചേർന്നു. എന്തായാലും വേഗത്തിൽ തിരികെ വരട്ടെ. അങ്ങനെ നൗഫൽ മാത്രമല്ല, അവിടെ ആ ദുരന്തത്തിന് ഇരയായിപ്പോയി എല്ലാവരും ഇതുപോലെ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ആഗ്രഹിക്കാം. നമുക്കിനി